ഇത് കിവിയുടെ ഇല കേട്ടോ. ഇതുകൊണ്ട് നമുക്ക് ഇവിടെ വാഴയിലയൊക്കെ കിട്ടും. ചില ഇടങ്ങളിലൊക്കെ വാഴ വെക്കാറുണ്ട് യുകെയിൽ. ഇവിടെ കിവിയുടെ എല്ലാം എൻ്റെ വീട്ടിലുണ്ട്. അത് വെച്ച് ഞാൻ ചക്കയുടെ അട ഉണ്ടാക്കാൻ പോണേ. അതിൽ പരത്തിയിട്ട് സ്റ്റീമിൽ കയറ്റി ഉണ്ടാക്കും ഞാൻ. ഇതിൽ സ്പ്രെഡ് അറൗണ്ട് ചെയ്യാം നമുക്ക്. വാഴയിലയ്ക്ക് പകരം, അതായത് നമുക്ക് നല്ല യൂസ്ഫുള്ളായിട്ടുള്ള ഇല ഇവിടെ കിട്ടാനില്ലാത്തത് കൊണ്ടും ഇത് നല്ല കറക്റ്റിനുള്ള സൈസുമാണ് കേട്ടോ. നമ്മുടെ വട്ടയിലയൊക്കെ ഇല്ലേ, പണ്ട് ചെറുപ്പത്തിൽ സ്കൂളിലൊക്കെ പോകുമ്പോൾ നമ്മൾ നമ്മുടെ സ്കൂളിൽ നിന്ന് കിട്ടുന്ന ഉപ്പുമാവിനൊക്കെ വിലയും പറിച്ചുകൊണ്ട് പോകത്തില്ലായിരുന്നു ചെറുപ്പകാലങ്ങളിൽ. ഞാൻ പോയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ ആരെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ ഒരു കമൻ്റ് ഇട്ടാൽ നല്ലതായിരിക്കും, നമുക്ക് അറിയാമല്ലോ. അതുപോലുള്ള ഇല ഏകദേശം അതുപോലെയൊക്കെ തന്നെ ഇരിക്കും വട്ടയില. ഇച്ചിരിയും കൂടെ വലുപ്പമുണ്ട് വട്ടയിലയ്ക്ക്. ഇതിന് അത്രയും ഇല്ലെങ്കിലും ഉണ്ട്, ഇതിലും വലിയ ഇലയുണ്ട് കുറച്ച്. ഇങ്ങനെ പരത്തിയിട്ട് നമുക്ക് അടയുണ്ടാക്കി കഴിക്കാൻ പോകുന്നു. നല്ലതാണ്. അവസാനം ഞാൻ ഉണ്ടാക്കി കഴിയുമ്പം ഇതിൻ്റെ കൂടെ ആഡ് ചെയ്ത് വീഡിയോ ഇടാം കേട്ടോ. കണ്ടോ, അതിൻ്റെ കൂടെ ചക്ക പഴുത്തത് ഫ്രോസൺ കിട്ടി, അന്നേരം അതും കൂടെ ഇട്ടു. അതുകൊണ്ട് നമുക്ക് നല്ല കറക്റ്റിനതേ നോക്കിക്ക് നല്ല രീതിയിൽ അട ഉണ്ടാക്കാം. ഓക്കെ, താങ്ക് യു. അതിൻ്റെ ഉള്ളിൽ ഫില്ലിംഗ് ആയിട്ട് നമുക്ക് അതിനകത്ത് തേങ്ങാപ്പീരയും ബ്രൗൺ ഷുഗറോ അല്ലെങ്കിൽ ശർക്കരയോ, പിന്നെ അതിൻ്റെ കൂടെ ഞാൻ ഇച്ചിരി നല്ല ജീരകവും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ നമുക്ക് ഫില്ലിംഗ് ആയിട്ടിടാം. നമുക്ക് ചായയുടെ കൂടെ ആയിട്ട് നന്നായിട്ട് കഴിക്കാം. ഓക്കെ, ഇതിനെ അടച്ച് ഓക്കെ. അങ്ങനെ കിവിയുടെ പ്ലാന്റിൽ നിന്ന് ഇല എടുത്തിട്ട് അടയ്ക്ക് വേണ്ടിയെല്ലാം പ്രിപ്പയർ ആക്കി കഴിഞ്ഞ് ഇനി അത് സ്റ്റീം കയറ്റി പുഴുങ്ങിയെടുത്തിട്ട് ഞാൻ നിങ്ങളെ കാണിക്കാം. അത് ഇലയ്ക്ക് പകരം നമുക്ക് യുകെയിൽ ഇങ്ങനെ വാഴയില കിട്ടാത്ത ഇടങ്ങളിൽ നമുക്ക് ഇതിന് വേണ്ടി ഉപയോഗിക്കാം. ഓക്കെ.